കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല അമേരിക്കൻ മാധ്യമങ്ങളും ഈ ഉത്തര കൊറിയൻ നഗരമായിട്ടുള്ള പോങ്യാങ്ങിനെ കണ്ടിട്ട് ഞെട്ടുകയാണ്. അവിടെ സന്ദർശിച്ച പലരും എന്ത് അടിപൊളി നഗരമാണ്, ഉത്തര കൊറിയ സൂപ്പറാണ് എന്ന് പറയുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലും പല വ്യക്തികളും പല ഗ്രൂപ്പുകളുമൊക്കെ ഇന്ത്യ ഉത്തര കൊറിയയെ കണ്ടുപഠിക്കണം, നമുക്കുമുണ്ടൊരു പ്രധാനമന്ത്രി, അമേരിക്കയുടെ പുറകെ നടക്കുകയാണ്, നമ്മളും ഡി ഡോളറൈസേഷനെ സപ്പോർട്ട് ചെയ്യണം, ഉത്തര കൊറിയയുടെ മോഡലിലേക്ക് മാറണം, അമേരിക്കയെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല, എന്നാൽ നമുക്കും അതുപോലെ വികസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഒരു കിം ജോങ് ഉൻ ആകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഈ കമന്റ് പറയുന്നവര് ഏത് കണ്ടം വഴി ഓടി എന്ന് പറയാൻ പറ്റില്ല, അമ്മാതിരി വേഗത്തിൽ ഓടും. കാരണം ഉത്തര കൊറിയയെ പോലെ ആകണം, ചൈനയെ പോലെ ആകണം. പക്ഷെ നരേന്ദ്രമോദി ജനാധിപത്യ പ്രധാനമന്ത്രിയായിട്ട് തന്നെ ഇരിക്കണം, ഒരിക്കലും ഷീ ജിൻപിങ്ങിനെ പോലെയോ അല്ലെങ്കിൽ കിം ജോങ് ഉന്നിനെ പോലെയോ ഏകാധിപതി ആകാനും പാടില്ല. അതായത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിൽ ഇരിക്കുന്നത് ഒട്ട് പോകാനും പാടില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ പലരും. ഉത്തര കൊറിയയും ചൈനയും ഒക്കെ സിംഗിൾ പാർട്ടി മാത്രമുള്ള ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണെന്നും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പാറ്റകൾക്കും പാമ്പിനും പുൽച്ചാടിക്കും പുഴുവിനും വരെ സമരം ചെയ്യാനും തെരുവ് കൈയടക്കാനും പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെന്നും എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഏതെങ്കിലും ഒരു ഭരണകൂടം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉടനെ തന്നെ കപ്പൽ പിടിച്ച് ചെന്നിട്ട് മരങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും വാചാലരാകുന്ന മനുഷ്യന്മാരുള്ള നാടാണ് നമ്മുടേത് എന്നതും നമ്മൾ മറക്കരുത്. ഇപ്പോ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് അടക്കം ഇപ്പോൾ നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ കപ്പലും പിടിച്ച് ചിലർ അവിടെ പോയിട്ടുണ്ട്. പോണത് നല്ല ചിക്കനും മട്ടനും ഒക്കെ കയറ്റി വയറ് നിറച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ പോയി നിന്നിട്ട് സസ്യജാലങ്ങളെക്കുറിച്ചും പക്ഷി മൃഗാദികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അങ്ങ് വാചാലരാകും. അതായത് കോഴിക്കും പന്നിക്കും പട്ടിക്കും പൂച്ചയ്ക്കും പിന്നെ ആടിനും പശുവിനും ഒക്കെ ജീവിക്കണ്ടേ എന്ന് പറയും. വയറ്റിനകത്ത് കിടക്കുന്ന കോഴിയും മറ്റേ ആടും ഒക്കെ അവിടെ കിടന്ന് ഇത് കേട്ട് എന്തായിരിക്കും ചിന്തിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കപട പരിസ്ഥിതിവാദികളൊക്കെ ധാരാളമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഒരു വികസനത്തിനും സമ്മതിക്കില്ല, എന്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും എതിർപ്പുമായി സമരവുമായി വരുന്നവരാണ്. സോ ഒരു ജനാധിപത്യ രാജ്യവും ഒരു സിംഗിൾ പാർട്ടി രാജ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വികസനത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഗൾഫ് രാജ്യങ്ങളിലെ വികസനം കണ്ടിട്ട് അതുപോലെ ആകണമെന്നൊക്കെ ഇവിടെ കുറെ പേര് പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ രാജാവായിട്ട് ചക്രവർത്തിയാക്കി മാറ്റിയിട്ട് ഇന്ത്യയിലെ ജനാധിപത്യം എടുത്തു കളഞ്ഞ് ഇന്ത്യ ഒരു രാജഭരണ നാടാക്കി മാറ്റാൻ നിങ്ങൾ സമ്മതിക്കുമോ? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു പ്രാദേശിക രാജ്യത്തിന്റെ തമ്പുരാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചക്രവർത്തിയുമായിട്ട് ഭരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഗൾഫിൽ കാണുന്ന പോലത്തെ വികസനം വരും, സൗദിയിലും UAE ഒക്കെ ഉള്ളത് പോലത്തെ വികസനം വരും. ഇനി അതല്ലെങ്കിൽ ചൈന പോലെ വികസിക്കണമെങ്കിൽ സിംഗിൾ പാർട്ടി ആയിരിക്കണം ഇവിടെ ഭരിക്കുന്നത്, BJP മാത്രം. കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, തൃണമൂൽ ഇല്ല, DMK ഇല്ല, ഒന്നുമില്ല. ആർക്കും സമരം ചെയ്യാൻ പറ്റില്ല, മോദിയെ ഒന്നും പറയാൻ പറ്റില്ല. ഗവൺമെന്റ് തീരുമാനിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു നാടായിട്ട് ഇന്ത്യ മാറിയാൽ ഇവിടെയും ചൈനയെ പോലെ വികസിക്കാം, ഇവിടെയും അല്ലെങ്കിൽ ചൈനയെ പോലെ സമ്പന്നമാകാം. അപ്പോൾ സിംഗിൾ പാർട്ടി രാജ്യവും ജനാധിപത്യ രാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ഉത്തര കൊറിയയുടെ വികസനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഉത്തര കൊറിയ എന്ത് വികസിക്കുന്നു എന്നാണ് പറയുന്നത്? അവരുടെ കൊള്ളാവുന്ന തലസ്ഥാന നഗരമാണ് പോങ്യാങ് എന്ന് പറയുന്നത്. ഉത്തര കൊറിയ കാണാൻ അടിപൊളിയായിട്ട് എന്തുകൊണ്ടാണ് കിടക്കുന്നതെന്ന് അറിയാമോ? കർശനമായ നിയമങ്ങൾ കൊണ്ടാണ്. സാധാരണക്കാർക്ക് അവിടെ വാഹനങ്ങൾ വാങ്ങുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ തന്നെ 2, 3, 4, 5 വാഹനങ്ങളുണ്ട്. എന്നാൽ ഉത്തര കൊറിയയിൽ അതൊന്നും പറ്റില്ല. മെജോറിറ്റി ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ തന്നെ ഉപയോഗിക്കണം എന്ന നിയമം അവിടെയുണ്ട്. ഇന്ത്യയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിലോ ഉള്ളതുപോലെ ഉത്തര കൊറിയയിൽ ഓടിച്ചെന്ന് ഒരാൾക്ക് കാറ് വാങ്ങാനൊന്നും പറ്റില്ല. അവിടെ അതിനൊക്കെ കർശനമായ നിയന്ത്രണങ്ങളാണുള്ളത്. ഉത്തര കൊറിയൻ സ്വകാര്യ വ്യക്തികൾക്ക് കാറുകൾ സ്വന്തമാക്കാൻ നിയമപരമായിട്ട് അനുവാദമില്ല. സമൂഹത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അതിന് അവകാശമുള്ളത്. ഉയർന്ന കായിക താരങ്ങൾക്കോ കലാകാരന്മാർക്കോ ഉയർന്ന പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ ഒക്കെ മാത്രം. റോഡിൽ കാണുന്ന ഭൂരിഭാഗം കാറുകൾ സർക്കാർ വകയോ അല്ലെങ്കിൽ മിലിറ്ററിയുടെ വകയോ ഭരണകക്ഷിയായിട്ടുള്ള വർക്കേഴ്സ് പാർട്ടിയുടെ വകയോ ഒക്കെ ആയിരിക്കും. സാധാരണ ജനങ്ങൾ യാത്രയ്ക്കായിട്ട് ട്രെയിനുകൾ, ബസ്സുകൾ ഇതൊക്കെയാണ് ആശ്രയിക്കേണ്ടത്. പിന്നെ അവിടെ ജനങ്ങൾ എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, എന്ത് തരം വസ്ത്രം ഫോളോ ചെയ്യണം, നഗരങ്ങളിലെ കെട്ടിടങ്ങൾക്ക് എന്ത് നിറം കൊടുക്കണം, വാഹനങ്ങൾക്ക് എന്തൊക്കെ നിറങ്ങളാകാം, സകലതിനും കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളുമുണ്ട്. അത് പാലിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ ഒരു അടുക്കും ചിട്ടയും കാണും. നമ്മുടെ ഇന്ത്യയിൽ അത് കാണില്ല. ഇന്ത്യയിൽ അതില്ലാത്തത് അത്ര വലിയ മികച്ച കാര്യമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല.
പക്ഷെ ഇന്ത്യയെ അപേക്ഷിച്ച് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ റോഡുകളും മനോഹരമായ അടുക്കും ചിട്ടയും ഉള്ളതുപോലെ പണിത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളും വളരെ പക്വതയോടെ നടന്നു പോകുന്ന മനുഷ്യരും, ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാലോ ഒരു ബസ് പിടിക്കാൻ പോയാലോ ഒക്കെ ആളുകൾ വരി വരിയായിട്ട് കൃത്യമായ നിയമങ്ങളൊക്കെ പാലിച്ച് അടുക്കും ചിട്ടയോടെ ജീവിക്കുന്ന നമുക്ക് കാണാം. നമ്മൾ ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഈവൻ അമേരിക്കക്കാർ അവിടെ ചെന്നാൽ പോലും അന്തം വിട്ടുപോകും. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ഏകാധിപത്യ ഭരണമാണ്. അവിടെ ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ തീരുമാനിക്കാം എന്ത് നടക്കണമെന്ന്. എതിർക്കാനും ചോദിക്കാനും ആരും വരില്ല. എന്നാൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പോലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഉത്തര കൊറിയ അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് വികസിച്ചു എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. മാത്രമല്ല, ഇന്ത്യയുടെ നയങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതും അടിസ്ഥാനപരമായിട്ട് വലിയ അബദ്ധമാണ്. കാരണം ഇന്ത്യ ഫോളോ ചെയ്യുന്ന വികസന മോഡൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മോഡൽ ഏറ്റവും മികച്ചതാണ് എന്ന് മാത്രമല്ല, അത് ഇന്ത്യ ഒരു വലിയ ശക്തിയാക്കി മാറ്റും. ഉത്തര കൊറിയയ്ക്ക് ഒരിക്കലും ഇപ്പോൾ അമേരിക്കയെ പോലെയോ അല്ലെങ്കിൽ ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ ഒരു ശക്തിയാവാൻ പറ്റില്ല. ഒരു ഉപഗ്രഹ നാട് മാത്രമായിട്ട് മാറാനേ കഴിയൂ. റഷ്യയുടെയും ചൈനയുടെയും ഒരു ഉപഗ്രഹ രാജ്യമാണ് ഉത്തര കൊറിയ. അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് പോലെ. അല്ലാതെ ഉത്തര കൊറിയ ഒരു മഹാശക്തിയായിട്ട് ആരും കാണുന്നില്ല. റഷ്യയും ചൈനയും ഇല്ല എങ്കിൽ ഉത്തര കൊറിയയും ഇല്ല. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയെ ലോകം കാണുന്നത് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആയിട്ടാണ്. നാളെ അമേരിക്കയെ പോലെയും ചൈനയെ പോലെയും ഒരു മഹാശക്തിയാകാൻ പോകുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ഉത്തര കൊറിയ പിന്തുടരുന്നത് ജൂഷേ എന്നറിയപ്പെടുന്ന തീവ്രമായ സ്വയം പര്യാപ്തതാ നയമാണ്. പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഈ മോഡൽ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ഉത്തര കൊറിയയുടെ പ്യോങ്യാങ് എന്ന് പറയുന്ന നഗരത്തെ ഒരു ഷോക്കേസ് നഗരമായിട്ടാണ് ലോകത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കാണുന്നത്. കാരണം ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാണ് പ്യോങ്യാങ്. രാജ്യം ശക്തമാണെന്നും ഉപരോധങ്ങൾ തങ്ങളെ ബാധിക്കുന്നില്ല എന്നും ലോകത്തിന് മുന്നിലും സ്വന്തം ജനങ്ങൾക്ക് മുന്നിലും കാണിക്കാനുള്ള ഒരു ഷോക്കേസ് മാത്രമാണത്. എങ്ങനെയാണ് ഉത്തര കൊറിയ അത് നിർമ്മിച്ചതെന്നറിയാമോ? രാജ്യത്തിന്റെ ആകെ GDP-യുടെ സിംഹഭാഗവും വകമാറ്റി വിനിയോഗിക്കുന്നത് ഈ ഒരൊറ്റ നഗരത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്യോങ്യാങ്ങിലെ വികസനം ഉത്തര കൊറിയയുടെ പൊതുവായ സാമ്പത്തിക വളർച്ചയുടെ പ്രതിഫലനമല്ല. ഉത്തര കൊറിയയില് കെട്ടിട നിർമ്മാണത്തിന് വലിയ തുകയൊന്നും ശമ്പളം നൽകേണ്ടതില്ല. ഭരണകൂടത്തിന്റെ കീഴിലുള്ള സൈനികരെയും തൊഴിലാളികളെയും നിർബന്ധിതമായി വളരെ കുറഞ്ഞ ചിലവില് മാസങ്ങളോളം ജോലി ചെയ്യിപ്പിച്ചാണ് ഈ വമ്പൻ ടവറുകളൊക്കെ അവിടെ നിർമ്മിക്കുന്നത്. പലരും പ്യോങ്യാങ്ങിനെ ഇന്ത്യൻ നഗരങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ UAE പോയി കഴിഞ്ഞാൽ അവിടുത്തെ ദുബായ് അടക്കമുള്ള നഗരങ്ങൾ ലോകോത്തര നിലവാരമുള്ള നഗരങ്ങളാണ്. ബ്രൂണൈ എന്ന് പറയുന്നത് വളരെ വികസിതമായ ഒരു രാജ്യമാണ്, ചെറിയ രാജ്യമാണെങ്കിലും. മലേഷ്യ അല്ലെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ ചെറിയ രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ നഗരങ്ങളെക്കാൾ വളരെ മികച്ച നഗരങ്ങളുള്ള ഒരു രാജ്യങ്ങളാണ് ഈ പറയുന്ന സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ. പക്ഷെ ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെക്കാൾ ശക്തമാണോ? ഇന്ത്യയെക്കാൾ പവർഫുൾ ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ചില നഗരങ്ങളെ കണ്ടുകൊണ്ടോ ആ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മാത്രം എടുത്തുകൊണ്ടോ ഒരു രാജ്യം ശക്തമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അവരെ കണ്ടുപഠിക്കണമെന്ന് പറയുന്നതും ശരിയല്ല. ഓരോ രാജ്യങ്ങളുടെയും സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. ലക്സംബർഗ് പോലുള്ള രാജ്യങ്ങൾ അതിസമ്പന്നമാണ്, അമേരിക്കയെക്കാൾ സമ്പന്നമാണ്. ഒരു അമേരിക്കക്കാരന്റെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ 2 ഇരട്ടിയോളം ഉണ്ട് ലക്സംബർഗുകാരന്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ യൂറോപ്പിലുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്പന്ന രാജ്യങ്ങൾക്കൊന്നും സ്വന്തമായി സൈന്യം പോലുമില്ല. ആ രാജ്യങ്ങളെല്ലാം വലിയ രാജ്യങ്ങളുടെ സംരക്ഷണയിലാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. ഉത്തര കൊറിയ കാഴ്ചവെക്കുന്ന അവരുടെ പ്യോങ്യാങ് എന്ന് പറയുന്നത് ഞങ്ങളെ ഉപരോധം ഒന്നും ബാധിച്ചിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും അടിപൊളിയാണ് എന്ന് കാണിക്കുക എന്ന ലക്ഷ്യം കൂടി അവർക്കുണ്ട്. അതിന്റെ പുറകിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സപ്പോർട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 145 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ഉത്തര കൊറിയയൊക്കെ വളരെ കുറച്ച് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. സോ അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ വളരെ പോപ്പുലേഷൻ കൂടിയ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ഉത്തര കൊറിയയും ചൈനയും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പുറം ലോകം അറിയൂ. അവർ കാണണ്ട മറ്റുള്ളവരെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നമ്മൾ ആരും കാണാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നഗരങ്ങളെക്കാൾ കാണുമ്പോൾ വൃത്തിയും കാര്യങ്ങളും ഒക്കെയുള്ള നഗരമായിട്ട് പ്യോങ്യാങ് അടക്കം ലോകത്തെ പല നഗരങ്ങളും തോന്നുമെങ്കിലും അത് വെറും ബാഹ്യമായ കാഴ്ചകൾ മാത്രമാണ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒരു രാജ്യത്തിന്റെ കരുത്തും ബാഹ്യമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പ്യോങ്യാങ്ങിലെ പല ടവറുകളും ആൾതാമസമില്ലാത്തതാണ്. ഫാൻറ്റം സിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. രാത്രി ആയാൽ പലയിടങ്ങളിലും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയുള്ള രാജ്യമാണത്.
അപ്പോൾ ആ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിലൊന്നും താരതമ്യം പോലും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യ ലോകത്ത് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായും വരും വർഷങ്ങളിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായും മാറാൻ പോകുന്ന ഒരു രാജ്യമാണ്. നിലവിൽ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ്. അപ്പൊ ഇന്ത്യയിൽ ശരിയാണ് വൃത്തിഹീനമായിട്ടുള്ള നഗരങ്ങൾ, ചേരികൾ, പട്ടണങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ സമ്മിശ്രമായ ഒരു നാടാണ്. നമ്മൾ ഇന്ത്യയെ ഈ ഭൂമിയുടെ ഒരു മിനിയേച്ചറായി കാണുക. ഭൂമിയിൽ വികസിതമായ നഗരങ്ങളുണ്ട്, അവികസിതമായ ഇടങ്ങളുണ്ട്, വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ട്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെയാണ് ഇന്ത്യ. ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ നഗരങ്ങളും പട്ടണങ്ങളും കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ തന്നെ മറുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചേരികളായിരിക്കും കാണുന്നത്. ഇന്ത്യയിൽ മരുഭൂമിയുണ്ട്, കടൽ തീരങ്ങളുണ്ട്, മലകളും കുന്നുകളും പുഴകളും കായലുകളും അരുവിയും സകലതുമുണ്ട്. ശരിക്കും നമ്മുടെ ഭൂമിയുടെ ഒരു മിനിയേച്ചറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റ് രാജ്യങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുന്നത് തികച്ചും യുണീക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പ്യോങ്യാങ്ങിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ നഗരങ്ങളെ പോലെയോ ഒന്നും നമുക്ക് ഇന്ത്യയിലെ നഗരങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നഗരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കമ്പാരിസൺ തന്നെ അടിസ്ഥാനരഹിതമാണ്. ഡോളറിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉത്തര കൊറിയയെ പോലെ ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ലോകത്തൊരു വലിയ ശക്തിയായി മാറാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും, നമുക്ക് പല രാജ്യങ്ങളുമായി സഹകരിക്കേണ്ടി വരും, വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. അതൊക്കെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു മിഷന്റെ ഭാഗമാണ്. അല്ലാതെ അമേരിക്കയെ വെല്ലുവിളിച്ച് ഉത്തര കൊറിയ ചെയ്യുന്നത് പോലെ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും നമ്മളെ സഹായിക്കാനുള്ളത്? ഉത്തര കൊറിയ ഒരു ചെറിയ രാജ്യമാണ്. സഹായിക്കാൻ ചൈനയും റഷ്യയും ഒക്കെ ഉണ്ട്. ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്ക വിചാരിച്ചപ്പോലും പറ്റില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. കാരണം അത്ര വലിയ രാജ്യമാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് ഉത്തര കൊറിയൻ മോഡൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോഡലല്ല. ഇന്ത്യയുടേത് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.